വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഗോപാലകൃഷ്ണനെ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ഭക്ഷണം കുടുംബശ്രീയിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. എന്തായാലും ഇത് പൂഴിമണലായിരിക്കില്ല, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ രാജേശ്വരിയോട് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടങ്ങ് ആകെയങ്ങ് അമർഷം കൊള്ളുകയാണ് രാജേശ്വരി. തുടർന്ന് ദേഷ്യപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രാജേശ്വരിയോട് ബാലചന്ദ്രൻ വന്ന് എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട്. അന്നേരം പൂഴിമണൽ ഉപ്പുമാവിന് പകരം വിളമ്പാൻ പറഞ്ഞത് നീയല്ലേ, ഇപ്പോൾ ഉള്ളത് പോലും ഇല്ലാതാവുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രാജേശ്വരി അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അകത്തിരുന്ന് ഗോപാലകൃഷ്ണൻ കുടുംബശ്രീയിലെ ആ ചോറ് നല്ല രുചിയോട് കൂടി അങ്ങ് കഴിക്കുകയാണ്. അത് കണ്ട് വീണ്ടും ദേഷ്യപ്പെട്ട് രാജേശ്വരി മുകളിലേക്ക് കയറി പോകുന്നു. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിൽ പത്രമൊക്കെ നോക്കിയിരിക്കുകയാണ് രാഘവൻ നായർ. അടുത്ത് തന്നെ ഫോൺ നോക്കി സുസ്മിത ഇരിപ്പുണ്ട്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇയാളെ ശാലിനി എടുത്ത് തൂക്കിക്കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഇയാളിനി ഒളിമ്പിക്സിലേക്ക് പോകുമെന്നാണ് കരുതിയത്, പക്ഷേ ഇയാൾ വീൽ ചെയറിൽ തന്നെയാണല്ലോ എന്ന്. എന്നിട്ട് സുസ്മിതയുടെ വിചാരം മനസ്സിലാക്കിയെന്ന പോലെ ഇടം കണ്ണിട്ട് സുസ്മിതയെന്ന് നോക്കിയിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, സിവിൽ സർവീസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ടി വിയിലും പത്രത്തിലുമൊക്കെ ഫോട്ടോയൊക്കെ വരുമെന്ന്. അന്നേരം ഇയാളുടെ മരണ വാർത്തയുടെ ഫോട്ടോ എന്നാണ് എനിക്ക് കാണാൻ പറ്റുക എന്ന് വീണ്ടും മനസ്സിലോർക്കുകയാണ് സുസ്മിത. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് സത്യഭാമയുടെ ഒരു ഫ്രണ്ട് മാലതി തൻ്റെ മകളുടെ സീമന്ത ചടങ്ങിന് സത്യഭാമയും വീട്ടുകാരെയും ഒക്കെ ക്ഷണിക്കാനായി വരുന്നതാണ്. അന്നേരം കുറേ വീടുകൾ തോറും കയറി ഇറങ്ങി സത്യഭാമയെ എല്ലാവരെയും ക്ഷണിക്കാനാണ് വന്നതെന്നൊക്കെ മാലതി പറയുന്നുണ്ട്. പിന്നെ ഇന്ന് തന്നെ മകളെ പയ്യൻ്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരണമെന്നും അറിയിക്കുകയാണ്. അന്നേരം ഇന്നെന്താ പ്രത്യേകതയെന്ന് ഭാമ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും, നല്ല ദിവസമാണ് ഇന്നെന്നൊക്കെ മാലതി പറയുകയാണ്. തുടർന്ന് ഇവിടുത്തെ മോൾക്കും വിശേഷമില്ലേ, പ്രീതിയുടെ സീമന്തം എന്നാണെന്ന് മാലതി ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ആകെ അങ്ങ് സങ്കടമാകുന്നുണ്ട്. അതിന് മറുപടിയായി രാഘവൻ നായർ പറയുകയാണ്, പ്രീതിയുടെ സീമന്തവും അടുത്ത് തന്നെയാണ്, തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, തീയതി നിശ്ചയിക്കുമ്പോൾ ഭാമ അങ്ങോട്ട് വരുമെന്ന്. അത് ഭാമയെ സമാധാനപ്പെടുത്താനായി രാഘവൻ നായർ പറയുന്നതാണ്. തുടർന്ന് എല്ലാവരെയും ഒന്നുകൂടെ ക്ഷണിച്ച ശേഷം മാലതി അവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് സത്യഭാമ വിഷമത്തോടുകൂടി പ്രീതിയെ സീമന്തത്തിന് ആ വസുമതി വിടുമോ എന്ന് രാഘവൻ നായരോട് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാം ശുഭമാകുമെന്ന് കരുതാം ഭാമയെന്ന് സത്യഭാമയെ ആശ്വസിപ്പിക്കുകയാണ് രാഘവൻ നായർ. ഈ സംഭവങ്ങളൊക്കെ കണ്ടുനിന്ന് സുസ്മിത കരുതുന്നുണ്ട്, സത്യഭാമയെ നിങ്ങളുടെ വീക്ക് പോയിന്റ് എനിക്ക് പിടികിട്ടി, ഇനി അതിൽ പിടിച്ചാണ് സുസ്മിത ഇനി കയറാൻ പോകുന്നതെന്ന്. അങ്ങനെ ആലോചിച്ചുള്ള സുസ്മിതയുടെ നിൽപ്പ് കണ്ടിട്ട് രാഘവൻ നായർക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്, എന്തോ അടുത്ത പദ്ധതി അവൾ പ്ലാൻ ചെയ്യുകയാണെന്ന്. അന്നേരം സുസ്മിതയെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർക്ക് മുഖം കൊടുക്കാതെ സുസ്മിത അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാരദാമ്മയും ശാന്തയും രാജിയും പിന്നെ ശ്യാമയും ശങ്കരേട്ടൻ ഭക്ഷണം കഴിക്കാൻ ഇരിപ്പുണ്ട്. അന്നേരം ഇന്നെന്താ ആളൊന്നുമില്ലേ ശാരദാമ്മയെന്ന് ശങ്കരേട്ടൻ തിരക്കുകയാണ്. അന്നേരം എന്നത്തെയും കഥ ഇത് തന്നെയാണ്, വെച്ചുണ്ടാക്കും പക്ഷേ കഴിക്കാൻ ആളില്ല, കുഴിവെട്ടി മൂടുകയെ നിവർത്തിയുള്ളൂ. പിന്നെ ശാരദയ്ക്ക് കുറച്ച് മനസ്താപം ഉണ്ടായിപ്പോയി, ഈ നാട്ടിൽ പണമില്ലാതെ ആരും ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് എന്ന് തോന്നിപ്പോയി, അതുകൊണ്ട് എന്നത്തേക്കാളും ഒരു പിടി അരി ഞാൻ കൂടുതലിടും, നഷ്ടം ശാരദയ്ക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിലെ കാര്യങ്ങളുമൊക്കെ ശങ്കരേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശങ്കരേട്ടനും പറയുന്നുണ്ട്, ഞാൻ ഒറ്റത്തടിയാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, വെച്ചുണ്ടാക്കാൻ മാത്രം അറിയില്ല, പക്ഷേ ഞാൻ ഏതു പണിക്കും പോകും, അതുകൊണ്ട് 3 നേരവും ഇവിടെ നിന്നാണ് ഭക്ഷണം, വേറെ ഹോട്ടൽ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരമ്മ തരുന്നത് പോലെയാണ് എന്നൊക്കെ സങ്കടത്തോടെ ശങ്കരേട്ടൻ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ ശങ്കരേട്ടൻ്റെ കണ്ണങ്ങ് നിറയുകയാണ്. ഒപ്പം ശാരദാമ്മയ്ക്ക് സന്തോഷവും. എന്നിട്ടും എനിക്കതിനോട് നീതി പുലർത്താൻ കഴിയില്ല, ശാരദാമ്മ പറ്റുബുക്കൊന്ന് എടുത്ത് നോക്കണം, അതിൽ പകുതിയിൽ കൂടുതൽ പേജും എനിക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, ഞാൻ നിർബന്ധം പറഞ്ഞാലും ശാരദാമ്മ ചിലപ്പോൾ എൻ്റെ പറ്റൊന്നും എഴുതാറില്ല, എന്നിട്ട് ഞാൻ തരുന്നതോ 10ഓ 100ഓ എന്നൊക്കെ പറഞ്ഞ് ശങ്കരേട്ടൻ സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ശങ്കരേട്ടനല്ലേ പറഞ്ഞത് ഇവിടുത്തെ ഭക്ഷണത്തിന് അമ്മ തരുന്ന ഒരു സ്വാദാണെന്ന്, അപ്പോൾ അമ്മ മക്കൾക്ക് ഭക്ഷണം തരുമ്പോൾ കണക്ക് വയ്ക്കാറില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു നിൽക്കുന്ന ശങ്കരേട്ടനെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് ശാരദാമ്മ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണും ചെറുക്കനും കൂടി അവിടേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബൈക്കിൽ വരുന്നത്. അന്നേരം വന്നിറങ്ങുമ്പോഴേ ആ കുട്ടിക്ക് ഹോട്ടൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഇവിടെ വെച്ചാണോ എനിക്ക് ട്രീറ്റ് തരാൻ പോകുന്നത്, കണ്ടാലേ ഒരു ദാരിദ്ര്യവാസി ലുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പയ്യൻ പറയുന്നുണ്ട്, കുടുംബശ്രീയിലെ ടേസ്റ്റ് ഭയങ്കര
പ്രസിദ്ധമാണ്, വാ നമുക്ക് കഴിച്ചു നോക്കാമെന്നും പറഞ്ഞു. അന്നേരം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ കുട്ടിക്ക് അവിടെയൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഒരു പ്രൈവസി ഇല്ല, ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കണ്ടില്ലേ, എനിക്ക് വിയർപ്പിൻ്റെ നാറ്റമൊക്കെ കേട്ടാൽ ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിച്ച് അവരെ ഇരിക്കുന്നവരെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് ആ കുട്ടി. അന്നേരം ഇതൊക്കെ കേട്ട് ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് ശ്യാമ വന്ന് എന്താണെന്ന് തിരക്കുന്നുണ്ട്, എന്ത് വേണമെന്ന്. അന്നേരം കുഴിമന്തി, ഷവായി, ഷവർമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുട്ടി. അന്നേരം ഞങ്ങൾ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയല്ല ഹോട്ടൽ നടത്തുന്നത്, ഭക്ഷണം എടുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഡി എന്നും പറഞ്ഞ് ആ കുട്ടി അങ്ങ് ചൂടാവുകയാണ്. അന്നേരം പോടി എന്ന് പറയുന്നുണ്ട് ശ്യാമ ആ കുട്ടിയോട്. അന്നേരം ഞാൻ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ രാജശേഖരൻ തമ്പിയുടെ മകളാണ്, നിങ്ങളുടെ ഹോട്ടൽ ഞാൻ പൂട്ടിക്കും എന്നൊക്കെ ആ കുട്ടി വെല്ലുവിളിക്കുകയാണ്. അന്നേരം ഒരുവിധം ആ കുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ പയ്യൻ കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഒന്ന് പേടിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഭീഷണിയിലും സംസാരത്തിലുമൊക്കെ. തുടർന്ന് കൈ കഴുകി വന്ന ശങ്കരേട്ടൻ ശാരദാമ്മയ്ക്ക് 100 രൂപ കൊടുക്കുന്നുണ്ട്. അന്നേരം 100 രൂപ ആയില്ല എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം പഴയ പറ്റുണ്ടല്ലോ, കഴിയുന്നതും വേഗം ഞാൻ ബാക്കി എത്തിക്കാം, പിന്നെ കഴിയുന്നത് ഞാൻ ഇവിടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാമെന്ന് ശങ്കരേട്ടൻ പറയുകയാണ്. നേരത്തെ ആ കുട്ടി തന്നെയും അധിക്ഷേപിച്ച് സംസാരിച്ചതിലുള്ള വിഷമത്തിലാണ് ശങ്കരേട്ടൻ അങ്ങനെ പറഞ്ഞത്. തുടർന്ന് ശാരദാമ്മ പൈസ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ അത് ശാന്തയ്ക്ക് നേരെ വച്ച് നീട്ടി കൊടുത്തിട്ട് ശങ്കരേട്ടൻ പോകുന്നുണ്ട്. തുടർന്ന് സങ്കടത്തോടു കൂടി ശാരദാമ്മ രാജിയോടും ശാന്തയോടും പറയുന്നുണ്ട്, നിങ്ങൾ വേറെന്തെങ്കിലും ജോലി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്, ഇതിനി കൂടുതൽ കാലം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ശാരദാമ്മ സങ്കടത്തോടെ അവരോട് പറയുന്നുണ്ട്. ഞാൻ ഈ ഹോട്ടൽ നിർത്താൻ പോവുകയാണെന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ എങ്ങോട്ട് പോകാനാണെന്ന് സങ്കടത്തോടെ അവർ രണ്ടുപേരും ചോദിക്കുകയാണ്. അന്നേരം നിങ്ങളെ എങ്ങോട്ടും പറഞ്ഞു വിടാനല്ല, കഴിയുന്നത്ര ഞാൻ സഹായിക്കാം, പിന്നെ അതിൻ്റെ കൂടെ വേറൊരു വരുമാനം കൂടി ഉണ്ടെങ്കിൽ അതും ആശ്വാസമാകുമല്ലോ, പിന്നെ നിങ്ങൾ പൊയ്ക്കോ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം നേരമായില്ലല്ലോ എന്ന് അവർ പറയുകയാണ്. ഇനി ആര് വരാനാണ്, ഇനി ആരും വരാൻ പോണില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് വീണ്ടും ശാരദാമ്മ അവരോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് ആകെ സന്തോഷത്തോടു കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് ഓടി ശാരിക വരുന്നത്. അന്നേരം മുറ്റത്തെത്തുമ്പോൾ ഹോട്ടലിലാണ് ആളുണ്ടത് എന്ന് മനസ്സിലാക്കി ഓടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് ശാരദാമ്മയെ പിടിക്കുന്നുണ്ട്. തുടർന്ന് എന്താടി എന്ന് ശാരദാമ്മ തിരക്കുകയാണ്. അന്നേരം കിതപ്പ് കാരണം ശാരികയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല. തുടർന്ന് ശാലിനിക്ക് എന്ന് ശാരിക പറയുകയാണ്. അന്നേരം ശാലിനിക്ക് എന്താ പറ്റിയെന്നും പറഞ്ഞ് ശാരദാമ്മ അന്തം വിടുന്നുണ്ട്. അതൊന്നുമില്ല, ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി എന്ന് ശാരിക പറയുന്നു. അത് കേട്ടങ്ങ് വായും പൊളിച്ച് നിശ്ചലമായിട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്, സത്യമാണോ ചേച്ചി എന്ന്. അന്നേരം അതേ സത്യമാണെന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. തുടർന്ന് അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ശാരദാമ്മയെ പിടിച്ചു കുലുക്കിയിട്ട് ശ്യാമ പറയുന്നുണ്ട്, അമ്മേ ചേച്ചി കളക്ടർ പരീക്ഷ പാസ്സായി എന്ന്. അന്നേരമാണ് ശാരദാമ്മയ്ക്ക് കാര്യം ഒന്നുകൂടി മനസ്സിലാകുന്നത്. ഇനി ഒരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞാൽ ചേച്ചി കളക്ടറാണെന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം ആകെ അങ്ങ് സന്തോഷമാവുകയാണ് ശാരദാമ്മയ്ക്ക്, കൂടെ ശാന്തയ്ക്കും രാജിക്കുമൊക്കെ. ആകെപ്പാടെ ഒരു സന്തോഷാവസ്ഥയാണ് ശാരദാമ്മയ്ക്ക്. ചിരിക്കണോ കരയണോ ഒന്നും ശാരദാമ്മയ്ക്ക് അറിയുന്നില്ല. ഈശ്വര എന്നൊക്കെ വിളിച്ച് നെഞ്ചത്തൊക്കെ കൈവച്ച് അങ്ങ് കരയുകയാണ് ശാരദാമ്മ അന്നേരം. തുടർന്ന് കാണിക്കുന്നത് ഒരു പാട്ട് സീനാണ്. ശാരദാമ്മയും ശ്യാമയും ശാരികയും ശാന്തയും രാജിയും പിന്നെ ശങ്കരേട്ടനും അവിടേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നിന്ന് കുടുംബശ്രീ മുറ്റത്ത് നിന്ന് ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ആകെ ഒരു ബഹളമാണ്. തുടർന്ന് കാണിക്കുന്നത് ശാലിനി സന്തോഷത്തോടു കൂടി സത്യഭാമയുടെ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുന്നതാണ്. തുടർന്ന് വിഷ്ണു തനിക്ക് വേണ്ടി IAS പരീക്ഷ എക്സാം എഴുതാനായിട്ട് ചെയ്ത സഹായങ്ങളും രാത്രി തലേ ദിവസം വന്നതും കട്ടൻ ചായ ഇട്ട് തന്നതും പരീക്ഷയ്ക്ക് 2ാമത് ആപ്ലിക്കേഷൻ കൊടുത്തതും അങ്ങനെ കുറേ കാര്യങ്ങൾ വിഷ്ണുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശാലിനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരമാണ് അയ്യോ അമ്മയെ വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. ഈ സമയത്താണ് അവിടെ കുടുംബശ്രീയുടെ ബഹളത്തിനൊക്കെ ഇടയിൽ നിന്നും ശാരദാമ്മ ശാലിനിയെ ഫോൺ ചെയ്യുന്നത്. അന്നേരം അമ്മ അറിഞ്ഞുവെന്ന സന്തോഷത്തോടു കൂടി ശാലിനി ചോദിക്കുന്നുണ്ട്, അതേ ഞാൻ അറിഞ്ഞു, കുറുപ്പ് സാറ് ശാരിയെ വിളിച്ചു പറഞ്ഞു, അവൾ വന്നിട്ടുണ്ട്, ശാന്തയും ശങ്കരേട്ടനും എല്ലാവരും ഉണ്ട്, നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. അന്നൊരിക്കൽ നീ ആദ്യത്തെ പരീക്ഷ പാസ്സായപ്പോൾ ഒരു ആഘോഷം നടന്നില്ലേ, അതുപോലുള്ളൊരു ആഘോഷമുണ്ട്, നമ്മളെ പതിവുകാരെല്ലാം ഉണ്ട് എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അയ്യോ ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ എന്നും പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം നീ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ ഈ ഹോട്ടലിനെ എല്ലാവരും കൂടി പൊളിച്ച് പിരിച്ചു വച്ചേനെ എന്ന് ചിരിച്ചുകൊണ്ട് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം സന്തോഷമായോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ് വാക്കുകളൊന്നും കിട്ടുന്നില്ല, അങ്ങ് കരയുകയാണ്. അന്നേരം അമ്മ ഇത് എന്തുവായി കാണിക്കുന്നത്, ഫോണിങ്ങി തന്നേന്നും പറഞ്ഞ് ശ്യാമ ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. ഞങ്ങളിവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ അമ്മ നിന്ന് കരയുകയാണെന്ന് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാൻ മാത്രമല്ലേ അറിയൂന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മോളെ എന്ന് ശാലിനി ചോദിക്കുകയാണ്.
തുടർന്ന് ശാരികയും ഓടി വന്ന് ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം ശാരിക ചേച്ചിക്ക് സന്തോഷമായില്ലേ, ചേച്ചിക്ക് വേണ്ടി ഞാൻ IAS തൊലച്ചു എന്നല്ലായിരുന്നോ സങ്കടം, അത് മാറിയില്ലേ എന്ന്. അന്നേരം അതൊക്കെ മാറി, എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുകയാണ്. തുടർന്ന് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്